നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തെ ചൊല്ലിയും ഭരണ പ്രതിപക്ഷ വാഗ്വാദം. തൃശൂർ കുറ്റിപ്പുറം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള യാത്രയ്ക്കും ആശ്വാസമാകുന്നതാണ് പ്രഖ്യാപനം. തൃശൂരിലെ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് വജ്രക്കല്ലുകളും സ്വർണമാലയും കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന 5 പേർ എടപ്പാളിൽ പിടിയിലായി. കവർച്ച ചെയ്ത വജ്രക്കല്ലുകൾ ഇവരിൽ നിന്നും കണ്ടെത്തിയതായി സൂചന. മകൾക്ക് പിന്നാലെ അച്ഛനും ജീവനൊടുക്കി. ഉപ്പുങ്ങൽ പുതുപറമ്പിൽ ബാഹുലയൻ എന്ന ബാബുരാജാണ് തൂങ്ങി മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ബാബുരാജിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് UDFും BJPയും ആരോപിച്ചു. കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് BJP കൗൺസിലർ ശോഭ ഹരിനാരായണനാണ് വിഷയം ഉന്നയിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണവും ഫോഗിങ്ങും യഥാസമയം നടത്താത്തതാണ് കാരണമെന്ന് അവർ പറഞ്ഞു. നഗരസഭയുടെ വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആരോപിച്ചു. കാനകളും തോടും വൃത്തിയാക്കാത്തതിനാൽ വെള്ളപ്പൊക്കവും ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യഥാസമയം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരാത്തത് കൌൺസിലർമാരുടെ വീഴ്ചയാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് മറുപടി നൽകി. എന്നാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് ചെയർമാന്റെ വാർഡിലാണെന്ന് ഉദയൻ ചൂണ്ടിക്കാട്ടി. അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടാൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുകയാണെന്നും കൌൺസിലർമാർ ആരോപിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് വ്യക്തമാക്കണമെന്നും മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി പറഞ്ഞു. രോഗബാധിതരുള്ള വാർഡുകളിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാനും അടിയന്തരമായി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തെ ചൊല്ലിയും ഭരണപ്രതിപക്ഷ വാഗ്വാദമുണ്ടായി. യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തിടുക്കപ്പെട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പരിഷ്കരണം നടപ്പിലാക്കുന്ന വിവരം കൌൺസിലിൽ അറിയിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും KP ഉദയൻ പറഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഗതാഗത പരിഷ്കാരം സംബന്ധിച്ച തീരുമാനം എടുത്തതെന്നും നാടിന്റെ വികസനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു. യോഗത്തിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരള മുൻ ഫുട്ബോൾ താരവും രാജ്യത്തെ ഇതിഹാസ പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. ഇന്ന് രാവിലെ 7:45 അന്ത്യം. കറുകുറ്റി അഡ്ലക്സ് അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ക്യാൻസർ ബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഇന്ന് രാവിലെയാണ് TK ചാത്തുണ്ണിയുടെ മരണം സംഭവിച്ചത്. ഇന്ത്യൻ ഫുട്ബോളിന്റെയും കേരള ഫുട്ബോളിന്റെയും ചരിത്രത്തിലെ ഇതിഹാസ അധ്യായമാണ് TK ചാത്തുണ്ണി എന്ന പേര്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു അദ്ദേഹം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനും ഗോവയ്ക്കുമായി കളിച്ചു. കളിക്കാരനായി 1.5 പതിറ്റാണ്ട് നീണ്ട കരിയർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിരമിച്ച ശേഷം രാജ്യത്തെ ഏറ്റവും പ്രമുഖ പരിശീലകരിൽ ഒരാളായി പേരെടുത്തു. FC കൊച്ചിൻ, ഡെംബോ SC, സാൽഗോക്കർ FC, മോഹൻ ബഗാൻ FC, ചർച്ചിൽ ബ്രദേഴ്സ്, ചിരാഗ് യുണൈറ്റഡ് ക്ലബ്, ജോസ്കോ FC തുടങ്ങിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കേരള പോലീസ് ഫുട്ബോൾ ടീമിനെയും പരിശീലിപ്പിച്ചു. IM വിജയൻ, ബ്രൂണോ കൂട്ടിഞ്ഞോ, ജോപോൾ അഞ്ചേരി, CV പാപ്പച്ചൻ അടക്കമുള്ള ശിഷ്യന്മാരുടെ വലിയ നിരയുണ്ട് TK ചാത്തുണ്ണിക്ക്. തൃശൂരിലെ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് വജ്രക്കല്ലുകളും സ്വർണമാലയും കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന 5 പേർ എടപ്പാളിൽ പിടിയിലായി. കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശികളായ ഫൈസൽ, അഫ്സൽ, നിജാദ്, സെയ്ദാലി, അജിത്ത് എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P. ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘം മുറിയെടുത്തത്. കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മൂന്നാർ, കാലടി തുടങ്ങിയ ഭാഗങ്ങളിൽ ഏതാനും ദിവസങ്ങളായി പ്രതികൾ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കേസിൽ പ്രതികളായ 5 പേരെ നേരത്തെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കുമാർ സമർപ്പിച്ച പരാതിയിലാണ് കൊല്ലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പിടിയിലായ പ്രതികളെ കൊല്ലത്തെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. തൃശൂരിലെ ജ്വല്ലറിയിലെ ഡയമണ്ട് സെക്ഷനിലെ മാർക്കറ്റിംഗ് മാനേജറായ സുരേഷ് കുമാറിനെയും സുഹൃത്തുക്കളെയും ഡയമണ്ട്സ് ആവശ്യമുണ്ടെന്നറിയിച്ച് കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചിരുന്ന 6.5 ലക്ഷം രൂപ വില വരുന്ന 2 വജ്രക്കല്ലുകളും സുരേഷ് കുമാറിന്റെ സുഹൃത്ത് ധരിച്ചിരുന്ന 3 പവന്റെ സ്വർണമാലയും മൊബൈൽ ഫോണുകളുമാണ് പ്രതികൾ കവർന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
തൃശൂർ കുറ്റിപ്പുറം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് AC മൊയ്തീൻ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.23 കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത വികസിപ്പിക്കുന്നതിന് 316.82 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. 2021 സെപ്റ്റംബർ 9 പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാനോ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് പുരോഗതി ഉണ്ടാക്കാനോ കരാറുകാർക്ക് സാധിച്ചില്ല. തുടർന്ന് മെയ് മാസത്തിൽ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേയിൽ ജില്ലാതിർത്തിയായ കല്ലുംപുറം വരെയുള്ള 32 കിലോമീറ്റർ ദൂരം തൃശൂർ, വടക്കാഞ്ചേരി, മണലൂർ, കുന്നംകുളം മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 2021 ഇതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പണി ആരംഭിച്ചതാണ്. പക്ഷേ ടെൻഡർ കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തിയുടെ 20% മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കരാറുകാരനെ നീക്കം ചെയ്യുകയും ചെയ്തു. ടെൻഡർ നടപടികളുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഭാഗമായിട്ട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഈ റോഡിലെ നിരവധി പ്രദേശങ്ങളിൽ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. പ്രത്യേകിച്ചും മഴുവഞ്ചേരി മുതൽ ചൂണ്ടർ വരെയുള്ള പ്രദേശം, അതുപോലെ തന്നെ പുഴയ്ക്കൽ പ്രദേശമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം. അപ്പോൾ ആ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണം. പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കാലതാമസം നേരിടുമെന്നതിനാൽ ഈ കാലയളവിൽ റോഡ് ഗതാഗത യോഗ്യമാക്കി നിലനിർത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 29 ലക്ഷം രൂപയുടെ പ്രീ മൺസൂൺ പ്രവൃത്തികൾക്ക് ഭരണാനുമതി നൽകുകയും സാങ്കേതികാനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. റോഡിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേ വികസിപ്പിക്കുന്നതിന് 316 കോടി 82 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ട്രൂത്തിംഗ് പൂർത്തിയാക്കിയ ശേഷം അന്തിമ DPR RKയും KFWയും അംഗീകരിക്കണം. തുടർന്ന് പദ്ധതി റീടെൻഡർ ചെയ്യാനാകും. പുതിയൊരു കരാറുകാരന് സൈറ്റ് കൈമാറുന്ന ഈ കാലയളവിൽ റോഡ് ട്രാഫിക്കബിളായി നിലനിർത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി വേഗത്തിൽ നടത്തുവാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള മേഖല പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. യാത്രികരുടെ നടുവൊടിക്കുന്ന ഇതുവഴിയുള്ള യാത്രയ്ക്ക് ആശ്വാസമാകുന്നതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ സ്വകാര്യ ബസിന്റെ ഡോർ പെട്ടെന്ന് തുറന്നതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു. മാധ്യമം ലേഖകൻ ഇരിങ്ങപ്പുറം സ്വദേശി ലിജിത്ത് തരകനാണ് പരിക്കേറ്റത്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന രാജപ്രഭ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ഗുരുവായൂർ മഞ്ചിറ റോഡ് സമീപം ഫയർ സ്റ്റേഷനടുത്ത് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്തി ആളെ ഇറക്കിയതാണ് അപകടത്തിന് കാരണമായത്. പരിക്കേറ്റ ലിജിത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മകൾക്ക് പിന്നാലെ അച്ഛനും ജീവനൊടുക്കി. ഉപ്പുങ്ങൽ പുതുപറമ്പിൽ ബാഹുലയൻ എന്ന ബാബുരാജാണ് തൂങ്ങി മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ബാബുരാജിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. വീടിനോട് ചേർന്നുള്ള പഴയ ഷെഡിൽ ബുധനാഴ്ച പുലർച്ചെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പപ്പട നിർമ്മാണ തൊഴിലാളിയാണ് ബാബുരാജ്. കഴിഞ്ഞ ദിവസം ബാബുരാജിന്റെ മൂത്ത മകൾ കാർത്തികയെ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ വിവരമറിഞ്ഞാണ് ഇയാൾ ജോലിസ്ഥലത്തുനിന്ന് എത്തിയത്. കാർത്തിക കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. അസ്ഥി സഞ്ചയനത്തിനു ശേഷം ജോലിസ്ഥലത്തേക്ക് പോകുമെന്നായിരുന്നു ബാബുരാജ് പറഞ്ഞിരുന്നത്. എന്നാൽ പുലർച്ചെ സഹോദരിയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. മൃതദേഹം പോലീസ് നടപടികൾക്കു ശേഷം 11 മണിയോടെ സദ്ഭാവന ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രീതയാണ് ഭാര്യ. ശിവേന്ദു, ആവണി എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പുന്നയൂർകുളം. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടലുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തി. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കി. പരിശോധനാ സംഘത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉണ്ണികൃഷ്ണൻ, പ്രദീപ്, വന്ദന തുടങ്ങിയവർ ഉണ്ടായിരുന്നു.
ഗുരുവായൂരിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. മഹാരാജ ഓട്ടോ പാർക്കിൽ രാവിലെ 10 മണിയോടെയാണ് സംഭവം. കൈപ്പറമ്പ് സ്വദേശി വടേരിയാട്ടിൽ ജയന്റെ ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാര കേടുപാടുകൾ പറ്റി. ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മരം ഏതു സമയത്തും കടപുഴകിയേക്കാവുന്ന നിലയിലാണ്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. പരിശോധനയ്ക്ക് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു കെ തമ്പി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആസിയ CM, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജി PT, ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ആകാശ് MS അറിയിച്ചു. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് ചെറിയ പാലത്തിലെ വിള്ളലിന് പരിഹാരമായില്ല. പാലത്തിനടിയിലെ തൂണുകൾ തമ്മിൽ അകന്നതാണ് പ്രശ്നം. ഇതോടെ റോഡിന്റെ നടുഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടു. 1 വർഷം മുമ്പാണ് പാലത്തിലെ വിള്ളൽ രൂക്ഷമായത്. സംഭവം വാർത്തയായതോടെ മഞ്ചേരി PWD അധികൃതർ സ്ഥലം സന്ദർശിച്ച് റോഡിലെ വിള്ളൽ താൽക്കാലികമായി മണ്ണിട്ടടച്ചു. എന്നാൽ ഇപ്പോൾ വീണ്ടും റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. നവീകരിച്ച റോഡിലൂടെ വേഗത്തിൽ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ റോഡിലെ വിള്ളലിൽ ചാടി നിയന്ത്രണം വിടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ സംസ്കൃത അക്കാദമി സംസ്കൃത സംഗമവും സംസ്കൃത സേവാരത്നം പുരസ്കാര സമർപ്പണവും ജൂൺ 17 തിങ്കളാഴ്ച നടക്കും. രാവിലെ 10-ന് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം വേദപഠന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ P. നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. കാലടി SSUS വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി പുരസ്കാരദാനം നിർവഹിക്കും. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാംഗം അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ വിശിഷ്ടാതിഥിയാകും. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് വെള്ളക്കെട്ട് മൂലം കളികൾ തടസ്സപ്പെടുന്നതായി പരാതി. മൈതാനത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണ് മൂലമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. കിഴക്കേ ഭാഗത്ത് തടസ്സമായി സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറ്റികളും ഉണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാന നിർമ്മാണം നടത്തിയപ്പോൾ ബാക്കിയായ മണ്ണാണ് മൈതാനത്ത് കൊണ്ടുവന്നിട്ടത്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ ഇത് നീക്കം ചെയ്യാനുള്ള ടെൻഡർ വിളിക്കാൻ സാധിച്ചില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. മൈതാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ മണ്ണു നീക്കിവെച്ച് ബാക്കി ഉടൻ മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒരേയൊരു പൊതുമൈതാനം ഉന്നത നിലവാരത്തിൽ നവീകരിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. MLA ഫണ്ടിൽ നിന്നും ലഭിച്ച 31 ലക്ഷം രൂപ ഉപയോഗിച്ച് കമ്പിവേലി, ഇരിപ്പിടം തുടങ്ങിയ ചില നിർമ്മാണങ്ങൾ നടത്തിയിരുന്നു. പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൈതാനം ഇൻഡോർ സ്റ്റേഡിയമാക്കാൻ കായിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. കാരണം ഇതിൻ്റെ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് നവീകരണം തുടങ്ങിയതാണ്. ആ നവീകരണ വേളയിൽ തന്നെ പല പണികളും പൂർത്തീകരിക്കാതെ ഇന്നും ഇവിടെ കിടക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. എവിടുന്നോ ഇതിൻ്റെ നവീകരണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടിട്ടുള്ള മണ്ണ് പോലും നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നവീകരണം നടത്തുകയോ ചെയ്തിട്ടില്ല. തൊട്ടടുത്ത് തന്നെ വെള്ളം കെട്ടിക്കുകയാണ്. അത് വോളിബോൾ കോർട്ടിൻ്റെ തൊട്ടടുത്താണ്. വോളിബോൾ കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ ഒരുപാട് കായിക പ്രേമികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങളോ സൃഷ്ടിക്കാത്ത രീതിയിലാണ് ഇവിടെ അധികാരികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് കായിക പ്രേമികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് ഈ ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കൂനമുച്ചി വൈദ്യുതി സെക്ഷന് കീഴിൽ വരുന്ന കാർഷിക ഗുണഭോക്തൃ സമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. വാഗ അയ്യപ്പൻ മാസ്റ്റർ ലൈബ്രറി ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് അംഗം രാജു മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്തൃ സമിതി പ്രസിഡന്റ് PK സുലൈമാൻ അധ്യക്ഷനായി. കാർഷിക വൈദ്യുതി സബ്സിഡിയെക്കുറിച്ചും മറ്റും തുടർന്നും ലഭിക്കുന്നതിനെക്കുറിച്ചും കൃഷി ഓഫീസർ PR രാഗേഷ് വിശദീകരിച്ചു. ട്രഷറർ ജോൺ തട്ടിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ഗുണഭോക്തൃ സമിതി സെക്രട്ടറി T. ബാലചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KP സണ്ണി എന്നിവർ സംസാരിച്ചു. അംഗത്വം പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം യോഗത്തിൽ വിതരണം ചെയ്തു. ഭാരവാഹികളായി PK സുലൈമാൻ മാസ്റ്റർ പ്രസിഡന്റ്, T. ബാലചന്ദ്രൻ സെക്രട്ടറി, ജോൺ തട്ടിൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രശസ്ത ഹിന്ദുസ്ഥാനി ഗായകൻ ഉസ്താദ് ഗുലാം നിയാസ് ഖാന്റെ കച്ചേരി ശനിയാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് ഘരാനയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 6 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത കച്ചേരി അരങ്ങേറുന്നത്.
ഉസ്താദ് ഗുലാം നിയാസ് ഖാന് അകമ്പടിയായി ഡോക്ടർ രവീന്ദ്ര ഗുരുരാജ് കടോടി ഹാർമോണിയത്തിലും സുമിത് നായക് തബലയിലും പിന്തുണ നൽകും. ഭാരതീയ സംഗീതത്തിലെ ക്ലാസിക്കലും അല്ലാത്തതുമായ എല്ലാ പാരമ്പര്യങ്ങളെയും വ്യത്യസ്തവും വിവിധവുമായ ദേശിപ്പാട്ട് സമ്പ്രദായങ്ങളെയും ഒപ്പം ആധുനിക സംഗീതാവിഷ്കാരങ്ങളെയും തുറന്ന ജനാധിപത്യപരമായ ആസ്വാദന സംസ്കാരത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള സന്ദർഭമൊരുക്കുക എന്നതാണ് ഇത്തരം സംഗീത സദസ്സുകളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, കെ മോഹൻദാസ്, ടി സി കോയ, മാളിയേക്കൽ മുഹമ്മദ് കുട്ടി, വേണു എടക്കഴിയൂർ, പി കെ അൻവർ, ചന്ദ്രൻ പാവർട്ടി, വി അജിത് രാജ്, എ എച്ച് അക്ബർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ സെന്റർ നമ്പർ 47 അങ്കണവാടിയിൽ നിന്നും 35 വർഷത്തെ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അങ്കണവാടി വർക്കർ ലൂസിക്കും സെന്റർ നമ്പർ 55 അങ്കണവാടിയിൽ നിന്ന് 27 വർഷത്തെ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അങ്കണവാടി ഹെൽപ്പർ രാധയ്ക്കും പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹരിദാസൻ മുഖ്യാതിഥിയായി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻറ്റോ റെനി, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തൈക്കാട് ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വേലൂർ അറക്കൽ ഡേവിസിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 1:30 പഴയ ബീവറേജിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ മാറ്റണമെന്ന് കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ആവശ്യപ്പെട്ടു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം നേതൃത്വ യോഗം കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് പി കെ വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ ദേവസി, സംസ്ഥാന സമിതി അംഗം ടി എൻ നമ്പീശൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കെ വി ജോസ്, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ സി കെ സുലൈമാൻ, എം ഒ ചാക്കോച്ചൻ, മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ സഫായി കർമ്മചാരീസ് കമ്മീഷൻ അംഗം ഡോക്ടർ പി പി ബാബയ്ക്ക് ഗുരുവായൂർ ദേവസ്വം സ്വീകരണം നൽകി. ദേവസ്വം കാര്യാലയത്തിൽ വിളിച്ചു ചേർത്ത ദേവസ്വം സാനിറ്ററി വിഭാഗം ജീവനക്കാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ശുചീകരണ വിഭാഗം ജീവനക്കാർക്കായുള്ള ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സാനിറ്ററി വർക്കർമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ദേവസ്വം കോൺഫറൻസ് ഹാളിലെത്തിയ അദ്ദേഹത്തെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, കെ പി വിശ്വനാഥൻ, വി ജി രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ പൊന്നാടണിയിച്ച് ആദരിച്ചു. ദേവസ്വത്തിന്റെ ഉപഹാരവും സമ്മാനിച്ചു. ദേവസ്വം ജീവനക്കാർക്ക് പുറമെ കമ്മീഷന്റെ കേരളത്തിലെ നോഡൽ ഓഫീസർ, ജില്ലാ ശുചിത്വ മിഷൻ ജീവനക്കാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സമൂഹത്തിൽ പട്ടികജാതിക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നഗരസഭ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് വിനീത തമ്പി ക്ലാസ് എടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, പി കെ ഷബീർ, കൗൺസിലർമാരായ എ എസ് സുജീഷ്, ഗീത ശശി, SCDO ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരണം പാതിവഴിയിൽ നിലച്ച കാട്ടകമ്പാൽ കൊണ്ടടക്കടവ് റോഡ് യാത്രക്കാരെ വലയ്ക്കുന്നു. ചിറക്കൽ മുതൽ കൊണ്ടടക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡ് നവീകരിക്കാൻ 4 വർഷം മുമ്പാണ് സർക്കാർ പണം അനുവദിച്ചത്. 4 കലുങ്കും കുറച്ചു ദൂരം കാനയും നിർമ്മിച്ചെങ്കിലും ടാറിംഗ് നടത്തിയില്ല. ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണത്തെക്കുറിച്ചുള്ള തർക്കം മൂലം പണി വൈകുകയായിരുന്നു. വീതി കുറവുള്ള ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകി വെള്ളക്കെട്ട് ഉണ്ടാവുക പതിവാണ്. കാന നിർമ്മിച്ചാലേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വീതി കുറഞ്ഞ റോഡിൽ കാന കൂടി നിർമ്മിച്ചാൽ ഗതാഗത തടസ്സവും ഉണ്ടാകും. ഇതിന് പരിഹാരം തേടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡരികിലെ സ്ഥലമുടമകളോട് സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഫലം കണ്ടില്ല. പുറമ്പോക്ക് സ്ഥലം കണ്ടെത്താൻ ഈ ഭാഗത്ത് അളവെടുപ്പ് നടത്തിയെങ്കിലും അതും കണ്ടെത്താനായില്ല. ഇതോടെ റോഡ് നവീകരണം വൈകുകയായിരുന്നു. ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി 4 മാസം മുൻപ് റോഡ് പൊളിച്ചപ്പോൾ യാത്രാക്ലേശം രൂക്ഷമായിരുന്നു. പൊളിച്ച ഭാഗത്ത് ടാർ വിരിച്ചെങ്കിലും പലയിടത്തും കുണ്ടും കുഴിയുമായ നിലയിലാണ്.
പുതുതായി നിർമ്മിച്ച കലുങ്കുകൾക്ക് സമീപം റോഡിന്റെ നിരപ്പ് വ്യത്യാസവും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. റോഡ് നവീകരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. തയ്യൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ആൽഫ്രഡ് തോമസ്, ട്രഷറർ രഘു KV, എക്സിക്യൂട്ടീവ് അംഗം വിജീഷ്, മറ്റംഗങ്ങൾ എന്നിവർ ചേർന്ന് പഠന സാമഗ്രികൾ സ്കൂൾ പ്രധാനാധ്യാപക ഇൻചാർജ് ബിജോയ് മാസ്റ്റർക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, PTA പ്രസിഡന്റ് ജെയിംസ് TJ, സെക്രട്ടറി ചന്ദ്രൻ മാസ്റ്റർ, അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സമസ്ത ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് സന്ദേശവും PT കുഞ്ഞുമുഹമ്മദ് ഉസ്താദ് അനുസ്മരണവും നടന്നു. കടപ്പുറം ബുഖാറയിൽ മക്കാം സിയാറത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കടപ്പുറം അഞ്ചങ്ങാടി സൽവ മിനി ഹാളിൽ നടന്ന പരിപാടി സമസ്ത കേന്ദ്ര മുശാവർ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ചാവക്കാട് താലൂക്ക് സെക്രട്ടറി അബ്ദുൽ ഖാദർ ദാരിമി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാവർ അംഗം അബ്ദുൽ സലാം ബാഖവി വടക്കേക്കാട് ഹജ്ജ് സന്ദേശം നൽകി. സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് PT ഉസ്താദ് അനുസ്മരണം നടത്തി. ചാവക്കാട് താലൂക്കിൽ 11 റേഞ്ചുകൾ ഉള്ളതിനാൽ 200ഓളം മദ്രസകളാണ് സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. സമസ്ത ചാവക്കാട് താലൂക്ക് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ദാരിമി, ജമിയത്തുൽ മുദരിസിൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ഹൈതമി, ജമിയത്തുൽ മുദരിസിൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ഹൈതമി, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷെഫീഖ് ഫൈസി, സമിതി കോർഡിനേറ്റർ ഷാഹുൽ ഹമീദ് റഹ്മാനി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സത്താർ ദാരിമി, കൺവീനർ ഉസ്മാൻ ദാരിമി എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സഭയുടെ കീഴിൽ അക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന ദീനബന്ധു മിഷൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന സൗജന്യ പ്രഭാത ഭക്ഷണ വിതരണം 200 ദിവസം പിന്നിടുന്നു. മിഷൻ ഡയറക്ടർ റവറൻ ഫാദർ ഷൈമോൻ ഏലിയാസിന്റെ നേതൃത്വത്തിൽ രാവിലെ 6:30 ആശുപത്രിയിലെത്തുന്ന പ്രഭാത ഭക്ഷണത്തിനായി 200ഓളം ആളുകളാണ് കാത്തുനിൽക്കുക. ഇഡലി, ദോശ, അപ്പം, ഉപ്പുമാവ്, പൂരി തുടങ്ങിയ വിഭവങ്ങളാണ് വിളമ്പുക. അക്കിക്കാവിലെ മിഷൻ ക്വാർട്ടേഴ്സിൽ പാചകം ചെയ്താണ് ഇവ കൊണ്ടുവരുന്നത്. പുലർച്ചെ 3 മണി മുതൽ ക്വാർട്ടേഴ്സിലെ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കൽ തുടങ്ങും. സ്നേഹമന്ന എന്ന പേരിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് മിഷൻ ഭക്ഷണ വിതരണം തുടങ്ങുന്നത്. 40,000 പേർക്ക് ഇതിനകം ഭക്ഷണം നൽകിക്കഴിഞ്ഞു. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും കടവരാന്തകളിൽ അന്തിയുറങ്ങുന്നവർക്കും പ്രഭാത ഭക്ഷണം എത്തിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. സഹായിക്കാൻ സന്മനസ്സുള്ളവർ അതിന് തയ്യാറാകണമെന്ന് ഫാദർ ഷൈമോൻ പറഞ്ഞു. 2023 നവംബർ മാസം ആരംഭിച്ച സ്നേഹം എന്ന പദ്ധതി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിൽ കടവരാന്തകളിലും മറ്റും അന്തിയുറങ്ങുന്ന നിർധനരായ മനുഷ്യർക്കും എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി അനുഗ്രഹപ്രദമായ രീതിയിൽ 200 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ സുമനസ്സുകളുടെ സഹായ സഹകരണത്താലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും സഹായവും ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. അക്കിക്കാവിലെ ആസ്ഥാനത്തെത്തുന്ന പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന നിറവ്, കിഡ്നി ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന ദീനകാരുണ്യം തുടങ്ങിയ പദ്ധതികളും വൃദ്ധസദനവും മിഷൻ നടത്തുന്നുണ്ട്. 1966 ദീനബന്ധു മിഷൻ പ്രവർത്തനം തുടങ്ങിയത്. ഇങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു അഭിപ്രായം. എത്ര ആൾക്കാർ പാവങ്ങൾ പൈസ ഇല്ലാത്തവരും പൈസ ഉള്ളവരും വാങ്ങാൻ ഇല്ലാതിരിക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു അഭിപ്രായമാണ്. വളരെ ഉപകാരമാണ്. പിന്നെ അതിനുള്ള നന്മ ഈ സ്ഥാപനത്തിന് എപ്പോഴും ഉണ്ടാവും. CCTV ന്യൂസ് പെരുമ്പിലാവ്. മണലകുന്ന് കിണർ ഗ്രാമസ്വരം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. മണലകുന്ന് കിണർ സെന്ററിൽ നടന്ന പരിപാടി സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസ്വരം സമിതി പ്രസിഡന്റ് അസ്ലം അധ്യക്ഷത വഹിച്ചു. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് മറൈൻ എൻഫോഴ്സ്മെന്റ് പൊന്നാനി ഓഫീസർ സമീർ K അലി നേതൃത്വം നൽകി. ചാവക്കാട് ബ്ലോക്ക് മെമ്പർ മന്ദലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നൂർക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ,
പുന്നൂർക്കുളം പഞ്ചായത്ത് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി, ഗ്രാമസുരം സാംസ്കാരിക സമിതി സെക്രട്ടറി KB മിഥിലാജ്, ട്രഷറർ K അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ പെരുമ്പിലാവ് ആനക്കല്ല് ഏറത്ത് വീട്ടിൽ സതീശന്റെ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു. രാവിലെ 8:30യോടെയാണ് സംഭവം. സതീശനും ഭാര്യയും 3 മക്കളും അടക്കം 5 പേർ താമസിക്കുന്ന വീടിന്റെ പിൻഭാഗമാണ് തകർന്നത്. സമീപത്ത് ആളുകൾ ഇല്ലാത്തതിനാൽ അപായമുണ്ടായില്ല. നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ നൽകിയതിനെ തുടർന്നു കരിക്കാട് വില്ലേജ് ഓഫീസർ പരിശോധന നടത്തി. പുന്നൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ പച്ചക്കറി പൂകൃഷി സ്വയം പര്യാപ്തത പരിപാടിയായ സുഭിക്ഷയുടെ ഭാഗമായി 5-ാം വാർഡിന്റെ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചെണ്ടുമല്ലി തൈകൾ നടീലിന്റെ ഉദ്ഘാടനം പുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് മേറ്റുമാരായ അമ്മു കുഞ്ഞൻ, ഷീബ രാജൻ, സജിനി രാജൻ, ഓമന തോമസ്, തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. ചിറമനേങ്ങാട് കോൺകോർഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോണ്ടിസോറി ജൂനിയർ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ നിർവഹിച്ചു. ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി O അബ്ദുറഹ്മാൻ കുട്ടി വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. കുട്ടിക്കുപ്പായം ഫൈനലിസ്റ്റ് മുഹമ്മദ് ഹിഷാം അങ്ങാടിപ്പുറം മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പാൾ ഹംസ PM, അക്കാദമി അഡ്വൈസർ ഷംസുദ്ദീൻ കുന്നമ്പത്ത്, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി AM മുഹമ്മദ് കുട്ടി, ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും നടന്നു. കടൽത്തീര സംരക്ഷണത്തിനായി നൂതന സാങ്കേതിക വിദ്യയുമായി അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളായ അഫ്ര VK, ഫസിൻ TV, ആഷിഖ് CM എന്നിവർ ചേർന്ന് നൂതന കടൽ ഭിത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മേൽനോട്ടം വഹിച്ചത് വകുപ്പ് മേധാവി ഡോക്ടർ D. സിയാലക്ഷ്മിയും അസിസ്റ്റന്റ് പ്രൊഫസർമാരായ അർച്ചന മുരളീധരനും ആതിര പ്രേംകുമാറുമാണ്. ചാവക്കാട് ബീച്ചിൽ റോയൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശയം നടപ്പിലാക്കിയത്. ചപ്പാളി, കീഴ്പാളി, കാതൽ, അരിപ്പപ്പാളി എന്നിങ്ങനെ 4 പാളികളാണ് കടൽഭിത്തിക്കുള്ളത്. കടൽഭിത്തിയുടെ സ്റ്റിൽ മോഡൽ റോയൽ കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കൂട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. പെരുമ്പിലാവ് കളത്തിൽ വീട്ടിൽ ഹാഷിമിന്റെ കോഴി ഫാമിലുള്ള കോഴിക്കൂട്ടിൽ നിന്നാണ് 6 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പെരുമ്പിലാവ് സ്വദേശിയായ പാമ്പുപിടുത്തക്കാരൻ രാജൻ പിടികൂടിയത്. ബുധനാഴ്ച 3:30യോടെ കൂട്ടിലെ കോഴിമുട്ടകൾ എടുക്കാനായി ഹാഷിമിന്റെ മകൻ ഷഹബാസ് കൂടിന് സമീപം എത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ഇതിനിടയിൽ കോഴിക്കൂട്ടിലെ ഒരു മുട്ട പാമ്പ് ഭക്ഷിച്ചിരുന്നു. കൂട്ടിലെ കോഴികൾക്ക് അപായം സംഭവിച്ചിട്ടില്ല. പിടികൂടിയ പാമ്പിനെ രാജൻ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഹണ്ട് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ അഭിരുചികളെ മനസ്സിലാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ടാലന്റ് ഹണ്ട് നടത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി എന്നിവർ നേതൃത്വം നൽകി. മാർ പിലക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ പ്രത്യേക സ്പോക്കൺ ഇംഗ്ലീഷ് പരിപാടിക്ക് തുടക്കമായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മാണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക CP ലൈലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കെസിയ സാറ ജോസഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നയിക്കും. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ജിന ജോൺ, സ്റ്റെഫി സണ്ണി, സ്നേഹ വിൽസൺ, PS ലിജിൻ എന്നിവർ, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി വർഗീസ് കുളങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. രുദ്ര കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പുന്നൂർക്കുളം GMLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി. ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ദിനേശ് പണിക്കർ പ്രധാനാധ്യാപകന് പഠനോപകരണങ്ങൾ കൈമാറി. പ്രസിഡന്റ് വൈശാഖ് വത്സലൻ, PK പ്രദീപ്, O മജീദ്, ശാസ്ത്ര ശർമ്മൻ, S ടോമി തലക്കോട്ടൂർ, K പ്രജിഷ എന്നിവർ പങ്കെടുത്തു. ചക്കിത്തറ ദേശം മരണാനന്തര സഹായ സമിതിയുടെ ധനശേഖരണാർത്ഥം ഏപ്രിൽ 12-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സമ്മാന പദ്ധതി കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് മരണാനന്തര സഹായ സമിതി ഓഫീസിൽ വെച്ച് നടക്കും എന്ന് പ്രസിഡന്റ് ഉണ്ണി ടി എ, സെക്രട്ടറി നിജു എന്നിവർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ,
കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം ഗുരുവായൂർ കാവീട് വെള്ളറ കൊച്ചപ്പൻ മാസ്റ്റർ നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം കാവീട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. സർക്കാർ സ്കൂൾ അധ്യാപക സംഘടനാ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. പരേതയായ ലൂസി ഭാര്യയും അലിജ, അനില, അലക്സ്, ആൽബർട്ട്, അൽഫോൺസ, അന്റോണിയോ എന്നിവർ മക്കളാണ്. വേലൂർ കുറുമാൽ പരേതനായ രാരംപറമ്പിൽ അപ്പുകുട്ടൻ മകൻ മാധവൻ നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. തങ്ക ഭാര്യയാണ്. അനിൽകുമാർ, അനീഷ്, ബീന, സിന്ധു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തെ ചൊല്ലിയും ഭരണ പ്രതിപക്ഷ വാഗ്വാദം. തൃശൂർ കുറ്റിപ്പുറം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള യാത്രയ്ക്കും ആശ്വാസമാകുന്നതാണ് പ്രഖ്യാപനം. തൃശൂരിലെ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് വജ്രക്കല്ലുകളും സ്വർണമാലയും കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന 5 പേർ എടപ്പാളിൽ പിടിയിലായി. കവർച്ച ചെയ്ത വജ്രക്കല്ലുകൾ ഇവരിൽ നിന്നും കണ്ടെത്തിയതായി സൂചന. മകൾക്ക് പിന്നാലെ അച്ഛനും ജീവനൊടുക്കി. ഉപ്പുങ്ങൽ പുതുപറമ്പിൽ ബാഹുലയൻ എന്ന ബാബുരാജാണ് തൂങ്ങി മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ബാബുരാജിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.